നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് CPM നേതാക്കൾ അണികളോട് ആവർത്തിച്ച് പറഞ്ഞത് ദേശീയ പാർട്ടി നിലനിർത്തണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ജയിക്കണമെന്നായിരുന്നു. ഇതുവരെ CPM ദേശീയ പാർട്ടി പദവി നിലനിർത്തിയിരുന്നത് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരുന്നതിനാലാണ്. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര എന്നീ 4 സംസ്ഥാനങ്ങളിൽ CPMന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി CPM തുടരുന്നത് പോലും. അതേസമയം ബംഗാളിൽ 2026 സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം. 3.5 പതിറ്റാണ്ടിലേറെ CPM ഭരിച്ച ബംഗാളിൽ പാർട്ടി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. സംസ്ഥാന നിയമസഭയിൽ CPMന് ഒരംഗം പോലുമില്ല. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നും 2% ലോക്സഭാ സീറ്റുകളിൽ വിജയമോ 4 ലോക്സഭാ സീറ്റുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ സംസ്ഥാന തിരഞ്ഞെടുപ്പിലോ 4 സംസ്ഥാനങ്ങളിലേക്കെങ്കിലും കുറഞ്ഞത് 6% വോട്ട് നേടുകയോ 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയോ ഉള്ള പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത്. ഈ 3 വ്യവസ്ഥകളിൽ ഒന്നെങ്കിലും പാലിച്ചാൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും. 17ാം ലോക്സഭയിൽ CPMന് 3 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നും AM ആരിഫും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 അംഗങ്ങളും. തമിഴ്നാട്ടിൽ മധുര, ഡിണ്ടിഗൽ മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. മധുരയിൽ S വെങ്കടേശ്വരൻ 2 ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ചു. ഡിണ്ടിഗലിൽ R സച്ചിദാനന്ദം 4.5 ലക്ഷത്തോളം വോട്ടിനാണ് വിജയിച്ചത്. രാജസ്ഥാനിലെ 1 സീറ്റിന് പുറമെ തമിഴ്നാട്ടിലെ 2 സീറ്റുകളിലും CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണ്. അതായത് CPMന്റെ 4ൽ 3 MPമാരും കോൺഗ്രസിന്റെ സഹായത്താൽ മാത്രം ജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവർ 3 പേരും എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന് അനുകൂലമായി മാത്രമായിരിക്കും. അല്ലെങ്കിൽ അടുത്ത തവണ വിജയിക്കാനാകില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാലും 11 ലോക്സഭാംഗങ്ങളുണ്ട് എന്ന കാരണത്താൽ CPMന് ദേശീയ പാർട്ടി പദവി ലഭിക്കുമായിരുന്നില്ല. കാരണം 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 ലോക്സഭാ അംഗങ്ങൾ എന്നതാണ് ദേശീയ പാർട്ടിക്കുള്ള വ്യവസ്ഥ. നിലവിലെ സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ ഒരാളെ പോലും വിജയിപ്പിക്കാനുള്ള ശേഷി CPMനില്ല എന്ന് CPM ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയാണ് രാജസ്ഥാനിലെ സിഗാറിൽ CPM കണ്ണുവച്ചത്. 1996 ശേഷം സിഗാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി 6 തവണ ആംര്യ റാം മത്സരിച്ചിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാനായിരുന്നില്ല. അതേസമയം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് സിഗാർ. പലതവണ ഇവിടെ നിന്നും കോൺഗ്രസ് വിജയിച്ചിട്ടുമുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഭാഷ് മഹാരിയെ നേടിയത് 4,74,948 വോട്ടുകളാണ്. അന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥി സ്വാമി സുബേദാനന്ദ സരസ്വതി 7,72,104 വോട്ടുകൾ നേടി. അന്നും സിഗാറിലെ CPM സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടറിയായ ആംര്യ റാം തന്നെയായിരുന്നു. ആംര്യ റാമിന് ലഭിച്ചതാകട്ടെ വെറും 31,462 വോട്ടുകളും. CPM സ്ഥാനാർത്ഥി സിഗാറിൽ ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് തന്നെ പിന്തുണ എന്നുറപ്പിച്ചാണ് 2019 4,74,948 വോട്ട് നേടിയ മണ്ഡലം CPMന് മത്സരിക്കാനായി കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിലും അത് CPMന് ഗുണം ചെയ്തു. കൈവിട്ടു പോയെന്ന് കരുതിയ ദേശീയ പാർട്ടി പദവി ഇനിയൊരു 10 വർഷത്തോളം CPMന് സ്വന്തം. ദേശീയ തലത്തിൽ CPM വെറും 4 സീറ്റുകളിലാണ് വിജയിച്ചത്. കേരളത്തിലെ 1ന് പുറമെ തമിഴ്നാട്ടിലെ 2ഇടത്തും രാജസ്ഥാനിൽ 1ഇടത്തുമാണ് CPM വിജയിച്ചത്. CPMന് ദേശീയ പാർട്ടി പദവി നിലനിർത്താനായത് കോൺഗ്രസിന്റെ ഔദാര്യത്തിലായതിനാൽ ഇനി അടിമ ജീവിതമായിരിക്കുമെന്ന് ചുരുക്കം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.